നിങ്ങൾ ഇത്രയും പേരൊക്കെ രാവിലെ ഉറക്കമൊഴിച്ച് കയറിയാ? ഉറക്കമൊന്നും ഇല്ലാത്തതാണ് അതോ രാവിലെ ഉറക്കം ഒഴിച്ചതാണ്? ഓക്കെ, നമുക്ക് ഈ ക്ലാസിന്റെ ഷെഡ്യൂളൊക്കെ ഇങ്ങനെ മാറിയപ്പോഴ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സമയം കിട്ടാതെ പോകില്ല. ഇപ്പം കുഴപ്പമില്ല, രാവിലെ നിങ്ങൾ എണീറ്റ് കയറിയാൽ മതി. നമുക്ക് രാവിലെ നന്നായിട്ട് നമുക്ക് ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൂടുതൽ നിൽക്കണ്ട. ഓക്കെ, ഒരു 40 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് അറിഞ്ഞുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ശരി, ഒന്നാമത്തെ ചോദ്യം ചെയ്തേ. സർക്കാർ ആശുപത്രികളിൽ IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അറിയോ ആരെങ്കിലും? അറിയാം, കമന്റ് ചെയ്തേ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം അറിയത്തില്ല? ആർക്കും അറിയത്തില്ല? പിള്ളേരെ, അത് ഗോവ. ഓപ്ഷൻ ഡി ഗോവയാണ് കേട്ടോ, ഗോവ. ഓക്കെ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ IVF ട്രീറ്റ്മെന്റ് സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഗോവയാണ് കേട്ടോ, ഗോവ. ഓക്കെ, ഗോവയുടെ മുഖ്യമന്ത്രി ആരാ? ഗോവ മുഖ്യമന്ത്രി ആരാ? ഗോവ മുഖ്യമന്ത്രി രാവിലെ അങ്ങോട്ട് തല വർക്കായി വരുന്നില്ലേ പിള്ളേരെ? ഭയങ്കര സ്ലോ ആണല്ലോ. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് കേട്ടോ, പ്രമോദ് സാവന്ത് ആണ് ഗോവ മുഖ്യമന്ത്രി കേട്ടോ, പ്രമോദ് സാവന്ത്. അത് നമ്മൾ ഇന്നലെ പഠിച്ചതാ, ഗോവ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത്. ഓക്കെ, ശരി, അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് ഗോവയാണ് കേട്ടോ. ഓക്കെ, ഈ സ്റ്റെറിലിറ്റി പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ബാധിക്കുന്നത്? വന്ധ്യതാ രോഗം ബാധിക്കുന്നത് പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ? വന്ധ്യതാ രോഗം രണ്ടുപേരെയും ബാധിക്കും കേട്ടോ. അതായത് പുരുഷന്മാരെയും ബാധിക്കും, അതുപോലെ തന്നെ സ്ത്രീകളെയും ബാധിക്കും വന്ധ്യതാ രോഗം. ഓക്കെ, ഇനി ഈ പുരുഷന്മാരിലെ ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന തടയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതേതാണ്? കുട്ടികൾ പുരുഷന്മാരിൽ നടത്തുന്ന ട്രീറ്റ്മെന്റ് ഏതാണ്? സ്ത്രീകൾ നടത്തുന്ന ട്രീറ്റ്മെന്റ് ഏതാണ്? പുരുഷന്മാരിൽ നടത്തുന്ന ഏതാണ്? പുരുഷന്മാരിൽ നടത്തുന്ന അത് വാസക്ടമിയാണ് കേട്ടോ, വാസക്ടമി. ഓക്കെ, സ്ത്രീകൾ നടത്തുന്ന ട്രീറ്റ്മെന്റ് ഏതാണ്? ട്യൂബക്ടമി. ഓക്കെ, ട്യൂബക്ടമി. അതായത് ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന തടയാനായിട്ട് പുരുഷന്മാർ നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ് വാസക്ടമി, സ്ത്രീകളിൽ നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ് ട്യൂബക്ടമി കേട്ടോ, ട്യൂബക്ടമി. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നതാണ് കേട്ടോ, വാസക്ടമിയും ട്യൂബക്ടമിയും ഒക്കെ. ഓക്കെ, എനിക്കൊന്ന് +1 പഠിക്കുകയാണ് കേട്ടോ, വാസക്ടമിയും ട്യൂബക്ടമി. ഓക്കെ, ഇത് വാസക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ നടത്തുന്ന ഈ ഒരു പ്രസവമല്ല, ഈ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന നിർത്തുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ വാസക്ടമി. ട്യൂബക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ കേട്ടോ. വാസു ഒരു പുരുഷനല്ലേ, അപ്പൊ വാസു എന്ന രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസിയാണ്? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് വന്ധ്യത ഉണ്ടാവും കേട്ടോ. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്തുണ്ടാവും പിള്ളേരെ? വന്ധ്യത ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം മനസ്സിലാക്കിയ IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനമായത് ഗോവയാണ്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. പുരുഷന്മാരില് കുട്ടികളുടെ ഉൽപാദനം തടയുന്നതിനായിട്ട് നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ സർജറിയാണ് വാസക്ടമി എന്ന് പറയുന്നത്. സ്ത്രീകളിലാണെങ്കിൽ ഇത് ട്യൂബക്ടമിയാണ്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത ഉണ്ടെങ്കിൽ നമുക്ക് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി നമുക്ക് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി, ഇനി അടുത്ത ചോദ്യം ചെയ്തേ. ഭാരത് എൻക്യാപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? എന്താണ് ഭാരത് എൻക്യാപ്പ് എന്താണ്? ഭാരത് എൻക്യാപ്പ് നിങ്ങൾ വാർത്തകളൊക്കെ കണ്ടു കാണാം കേട്ടാ. ഈ ക്രാഷ് ടെസ്റ്റുകളിലൂടെ
കാറുകളുടെ സുരക്ഷ വിലയിരുത്തുന്ന സംവിധാനം. ഇപ്പൊ തന്നെ നമ്മളിപ്പം പല കമ്പനികളുടെയും കാറുകൾ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ആ കാറിന് സുരക്ഷ കൂടുതലാണ്, അല്ലെങ്കിൽ ആ കാറിന് സുരക്ഷ കുറവാണ്, അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് പറയുന്നത് ഇതാണ്, ക്രാഷ് ടെസ്റ്റുകളിലൂടെ കാറിന്റെ സുരക്ഷ വിലയിരുത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് ഭാരത് എൻഗ്യാപ്പ്. ഇത് പഠിച്ചോണം, ഇതൊരു പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണും, ഒരു കാറിനകത്ത് 4 ഡെമ്മിയിലേക്ക് ഇരുത്തിയിട്ട് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചിട്ട് തന്നെ ഇടിച്ച് കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ? ഓക്കെ, ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ഈ പറയുന്ന ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് ഇറങ്ങുന്ന കാറുകളുടെ സുരക്ഷ വിലയിരുത്തുന്ന സംവിധാനമാണ് ഏത്? ഈ ഭാരത് എൻഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് മറക്കണ്ടേ. അടുത്തത് 2023 ഓഗസ്റ്റിൽ സാങ്കേതിക തകരാർ മൂലം പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്ര ദൗത്യം ഏതാണ്? അത് PSC പ്രീവിയസ് ചോദ്യമാണത്. ഓക്കെ, 2023 ഓഗസ്റ്റില് അത് ലൂണ 25 ആണ് കേട്ടോ. ലൂണ 25 ആണ്. 2023 ഓഗസ്റ്റിൽ സാങ്കേതിക തകരാർ മൂലം പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ലൂണ 25 ആണ്. ഇത് എടുത്ത് പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റിലാണ് നമ്മൾ എന്ത് വിജയിപ്പിച്ചത്? നമ്മുടെ ചന്ദ്രയാൻ 3 വിജയിപ്പിച്ചു അല്ലേ? ചന്ദ്രയാൻ 3 വിജയിപ്പിച്ചത് 2023 ഓഗസ്റ്റിലായതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ സമയത്ത് തന്നെ റഷ്യയുടെ ചാന്ദ്ര ദൗത്യം പരാജയപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് 2024 പാരീസ് ഒളിമ്പിക്സിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് ഇന്ത്യക്കാരൻ അമൻ ഷെറാവത്ത് വെങ്കല മെഡൽ നേടിയത്? അമൻ ഷെറാവത്ത് ഏതിനത്തിലാണ് പിള്ളേരെ? അമൻ ഷെറാവത്ത് മെൻസ് ഫ്രീ സ്റ്റൈൽ 57 kg, അതായത് നമ്മുടെ റെസ്ലിംഗിലാണ് അമൻ ഷെറാവത്ത് വെങ്കല മെഡൽ നേടിയത്. ഓക്കെ, അത് തന്നെ ഏത് ഇനത്തിൽ നേടി കഴിഞ്ഞാല് മെൻസ് ഫ്രീ സ്റ്റൈല് 57 kg കേട്ടോ, അതായത് 57 കിലോ വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? ഈ വെങ്കല മെഡൽ നേടിയത്. ഓക്കെ, ഈ അമൻ ഷെറാവത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ അമൻ ഷെറാവത്തിന്റെ പ്രത്യേകത? ഇന്ത്യക്ക് വേണ്ടി 21 വയസ്സുള്ള ഈ മെഡൽ നേടുന്ന സമയത്ത്, മെഡൽ നേടുന്ന സമയത്ത് 21 വയസ്സേ ഉള്ളൂ കേട്ടോ. അതായത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൻ ഷെറാവത്ത് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൻ ഷെറാവത്ത്. ക്ലിയർ ആണല്ലോ? ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത്? ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? ഇന്ത്യക്ക് 6 മെഡലുകളാണ് ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡലുകൾ. ഓക്കെ, ഇന്ത്യ എത്രാം സ്ഥാനത്തായിരുന്നു? ഇന്ത്യ 71 സ്ഥാനത്തായിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ 6 മെഡലുകൾ. ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭക്കറാണ് ആദ്യത്തെ മെഡൽ നേടിയത്. മനു ഭക്കറിന്റെ ഇനം എന്ന് പറഞ്ഞേ? ഷൂട്ടിംഗ് തന്നെ. അത് ഏത്? ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ റെസ്ലിംഗിന് അത് ഇപ്പം കണ്ടില്ലേ, റെസ്ലിംഗിൽ ഇപ്പം അമൻ ഷെറാവത്തിന്റെ എന്താ റെസ്ലിംഗിൽ തന്നെ? ഓക്കെ, അത് തന്നെയാണ് 10 മീറ്റർ. 10 മീറ്റർ എയർ പിസ്റ്റൾ ആണ് കേട്ടോ. 10 മീറ്റർ എയർ പിസ്റ്റളിലാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ. 10 മീറ്റർ എയർ പിസ്റ്റളില് ഏത് മെഡൽ നേടി മനു ഭക്കർ? നമുക്കറിയാം 5 മെഡലുകൾ വെങ്കലമാണ്. 5 മെഡലുകൾ വെങ്കലമാണ് കേട്ടോ. ബ്രോൺസ് ആണ് നേടിയത് കേട്ടോ. മനു ഭക്കറിനാണ് ആദ്യത്തെ മെഡൽ ലഭിച്ചത്. അത് 10 മീറ്റർ ഷൂട്ടിങ്ങിൽ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് കിട്ടിയത്. ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് കിട്ടിയത്. ഓക്കെ, അത് ചോദിക്കും നിങ്ങൾക്ക്. അടുത്ത് രണ്ടാമത്തെ മെഡൽ നേടിയത്, അതായത് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാമത്തെ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണോ? നീരജ് ചോപ്രയല്ല, അതും മനു ഭക്കർ തന്നെയാണ് കേട്ടോ. മനു ഭക്കറും പിന്നെ ഒരാളും കൂടെ. അതാരാണ്? മനു ഭക്കറിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാണ്? സരബ്ജോത് സിംഗ് അല്ലേ? സരബ്ജോത് സിംഗ്. മനു ഭക്കറും സരബ്ജോത് സിംഗും. അതൊരു മിക്സഡ് ടീം ഇനത്തിലാണ്. അതും എത്ര മീറ്റർ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൽ ഏത് ഇനത്തിലാ? ഇതേ സെയിം തന്നെയാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ. 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനം അതില് മിക്സഡ് ഡബിൾസിലാണ് കേട്ടോ. 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തില് മിക്സഡ് ഡബിൾസിലാണ് ഈ മനു ഭക്കറിനും സരബ്ജോത് സിംഗിനും എന്ത് കിട്ടിയത്? വെങ്കല മെഡൽ ലഭിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട്
ഒരു വ്യക്തിക്ക് ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ ലഭിക്കുകയുണ്ടായി. അത് മനു ഫക്കറിനാണ്. മനു ഫക്കറിന് 10 മീറ്റർ എയർ പിസ്റ്റലില് വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലും കിട്ടി. അതുപോലെ തന്നെ മനു ഫക്കറിനും സരബ്ജോത് സിംഗിനും കൂടെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സർ ടീം ഇനത്തിലും ലഭിച്ചു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാണ്? മൂന്നാമത്തെ മെഡൽ പാരീസ് ഒളിമ്പിക്സിൽ മൂന്നാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാണ്? മൂന്നാമത്തെ മെഡൽ 1 മനു ഫക്കർ, 2 മനു ഫക്കർ, സരബ്ജോത് സിംഗ്. മൂന്നാമത്തത് അറിയോ? പേരെങ്കിലും ഒന്ന് കറക്കി കുത്തി നോക്ക്. നീരജ് ചോപ്ര അല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. സ്വപ്നിൽ അല്ലേ? സ്വപ്നിൽ കുസാലെ. സ്വപ്നിൽ കുസാലയാണ്. സ്വപ്നിൽ കുസാലയാണ് മൂന്നാമത്തെ മെഡൽ. സ്വപ്നിൽ കുസാലയാണ് മൂന്നാമത്തെ മെഡൽ. ഓക്കെ, ഈ സ്വപ്നിൽ കുസാലെ ഏതിനത്തിലാണ് കിട്ടിയത്? സ്വപ്നിൽ കുസാലെ പിള്ളേരെ എന്താ? ഷൂട്ടിംഗ് തന്നെയാണ് കേട്ടാ. മെൻസ് 50 മീറ്റർ റൈഫിൾ കേട്ടാ. മെൻസ് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ കേട്ടാ. 50 മീറ്റർ റൈഫിൾ ഇനത്തിലാണ് കേട്ടാ. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ഇനത്തിലാണ് സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചത് കേട്ടോ. ഓക്കെ, അടുത്ത നാലാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാണ്? നാലാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാണ്? നാലാമത്തെ മെഡൽ ലഭിച്ചത് ഇന്ത്യൻ ഹോക്കി ടീമിനാണ് കേട്ടോ. ഇന്ത്യൻ ഹോക്കി ടീമിനാണ് നാലാമത്തെ മെഡൽ ലഭിച്ചത്. ഇന്ത്യൻ ഹോക്കി ടീമിനാണ്. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ടീമിന് ഏത് മെഡലാണ് ലഭിച്ചതെന്ന് അറിയാം? ഇന്ത്യൻ ഹോക്കി ടീമിന് ഏത് മെഡലാണ് ലഭിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ബ്രോൺസ് തന്നെയാണ് കേട്ടോ. ബ്രോൺസ് തന്നെയാണ് ലഭിച്ചത്. ഓക്കെ, ഹോക്കി ടീമിന് ബ്രോൺസ് ആണ് ലഭിച്ചത്. ഈ ഹോക്കി ടീമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് 2020 ഒളിമ്പിക്സിലും കിട്ടിയില്ല. 2020 ബ്രോൺസ് മെഡൽ കിട്ടി. 2024 ഒളിമ്പിക്സിലും കിട്ടി. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഈ ഇന്ത്യൻ ടീമിന് ഈ പറയുന്ന എന്ത് ലഭിക്കുകയുണ്ടായി? ഈ വെങ്കല മെഡൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെ 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയായിട്ട് ഒരാൾ മാറി. ആരാണത്? PR ശ്രീജേഷ് ആണ് അല്ലെ? PR ശ്രീജേഷ് ആണ് 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി PR ശ്രീജേഷ് ആണ്. ഓക്കെ, എത്ര മലയാളികൾ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുണ്ട്? എത്ര മലയാളികൾ പിള്ളേരെ? 2 മലയാളികളാണ് ഇതുവരെ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ളത്. അതൊന്ന് PR ശ്രീജേഷ് ആണ്. രണ്ടാമത്തെ ആൾ, അതായത് ആദ്യമായി നേടിയ ആൾ ആരാണ്? ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തി ആരാണ്? അത് മാനുവൽ ഫെഡറിക് ആണ് കേട്ടോ. മാനുവൽ ഫെഡറിക് ആണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളി. ഓക്കെ, മാനുവൽ ഫെഡറിക്കിന് ഏത് വർഷത്തെ ഒളിമ്പിക്സിലാണ് മെഡൽ ലഭിച്ചത്? മാനുവൽ ഫെഡറിക്കിന് 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് മാനുവൽ ഫെഡറിക്കിന് മെഡൽ ലഭിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഒളിമ്പിക്സ് മെഡൽ നേടുന്ന മലയാളികൾ 2 പേരാണ്, മാനുവൽ ഫെഡറിക്കും PR ശ്രീജേഷും. അതിൽ ആദ്യമായിട്ട് നേടിയത് 1972 മ്യൂണിക് ഒളിമ്പിക്സിലെ മാനുവൽ ഫെഡറിക് ആണ്. ഏതിനത്തിലാണെന്നറിയാവോ? ഏതിനത്തിലാണ് മെഡൽ നേടിയത് മാനുവൽ ഫെഡറിക്? ഹോക്കി തന്നെയാണ്. ഹോക്കി ഇനത്തിൽ തന്നെയാണ് മാനുവൽ ഫെഡറിക് എന്ത് ചെയ്തത്? മെഡൽ നേടിയത്. ഓക്കെ, രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ് ആണ്. ശ്രീജേഷിന് 2020 2024 എന്ത് ചെയ്തു? ഇന്ത്യൻ ഹോക്കി ടീമിനോടൊപ്പം മെഡൽ നേടാൻ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ അഞ്ചാമത്തെ മെഡൽ എന്ന് പറഞ്ഞ അഞ്ചാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാണ്? അഞ്ചാമത്തെ മെഡൽ ഇനി 2 പേരും കൂടെയല്ലേ ഉള്ളൂ. മനു ഫക്കർ, സരബ്ജോത് സിംഗ്, സ്വപ്നിൽ കുസാലെ, പിന്നെ നമ്മുടെ ഹോക്കി ടീം. ഇനി അഞ്ചാമത്തെ മെഡൽ ലഭിക്കുന്നത് നീരജ് ചോപ്രയ്ക്കാണ് കേട്ടോ. നീരജ് ചോപ്രയ്ക്കാണ് അഞ്ചാമത്തെ മെഡൽ ലഭിച്ചത്. നീരജ് ചോപ്രയ്ക്ക് ഏതിനത്തിലാണ്? ജാവലിൻ ത്രോ ആണ് അല്ലെ? ജാവലിൻ ത്രോ ഇനത്തിലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത്. ഓക്കെ, ജാവലിൻ ത്രോ ഇനത്തിലാണ് ലഭിച്ചത്. എത്രയാണ് എറിഞ്ഞ ദൂരം? എത്രയാണ്? നീരജ് ചോപ്ര 2024
89.45 മീറ്റർ ആണ് കേട്ടോ. 89.45 മീറ്റർ എറിഞ്ഞുകൊണ്ട് വെള്ളിയാണ് ലഭിച്ചത് കേട്ടോ. വെള്ളി മെഡലാണ് ലഭിച്ചത്. 89.45 മീറ്റർ എറിഞ്ഞുകൊണ്ട് വെള്ളി മെഡലാണ് ആർക്ക് ലഭിച്ചത്? നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് കേട്ടോ. ഓക്കെ, ഇനി 6ാമത്തെ മെഡലാണ് നമ്മുടെ ഈ പറയുന്ന അമൻ ഷെറാവത്തിന് ലഭിച്ചത്. ഓക്കെ, അത് മെൻസ് ഫ്രീ സ്റ്റൈൽ 57 കിലോഗ്രാം മത്സരത്തിലാണ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ അത് ഒന്നുകൂടെ ഉറപ്പിച്ചു തരാം, പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കിക്കോണേ. ഓക്കെ, ശരി, നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് 6 മെഡലുകളാണ് ലഭിച്ചത്. 71ാം സ്ഥാനത്തായിരുന്നു മെഡൽ പട്ടികയിൽ ഇന്ത്യ. ഓക്കെ, മനു ഭക്കറിനാണ് ആദ്യത്തെ മെഡൽ ലഭിച്ചത്. 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ലഭിച്ചു. 2ാമത്തെ മെഡൽ ലഭിക്കുന്നത് മനു ഭക്കറിനും സരബ്ജോത് സിംഗിനുമാണ്. അത് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലാണ് ലഭിക്കുന്നത്. 3ാമത്തെ മെഡൽ ലഭിക്കുന്നത് സ്വപ്നിൽ കുസാലയ്ക്കാണ്. സ്വപ്നിൽ കുസാലയ്ക്ക് മെൻസ് 50 മീറ്റർ റൈഫിൾ ഇനത്തിലാണ് ലഭിച്ചത്. അതും ഷൂട്ടിംഗ് തന്നെയാണ്. പിന്നെ 4ാമത്തെ മെഡൽ ലഭിച്ചത് ഇന്ത്യൻ ഹോക്കി ടീമിനാണ്. ഹോക്കി ടീമിന് 2020-ലും 2024-ലും മെഡൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെ 2 ഒളിമ്പിക്സ് മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയായിട്ട് PR ശ്രീജേഷ് മാറി. എന്നാൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയുടെ പേര് മാനുവൽ ഫെഡറിക് എന്നാണ്. മാനുവൽ ഫെഡറിക് 1972-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായിട്ട് മെഡൽ നേടുകയുണ്ടായി. ഓക്കെ, 5ാമത്തെ മെഡൽ നമ്മൾ പറഞ്ഞു നീരജ് ചോപ്ര ആയിരുന്നു 5ാമത്തെ മെഡല്. നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞിട്ട് വെള്ളി മെഡലാണ് സ്വന്തമാക്കിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 6ാമത്തെ മെഡലാണ് നമ്മുടെ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരെന്ന നേട്ടത്തോടെ അമൻ ഷെരാവത്ത് ഗുസ്തിയില് അത് മെൻസ് ഫ്രീ സ്റ്റൈല് 57 കിലോഗ്രാമിൽ നേടിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലെന്നാണ്? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് പിള്ളേരെ? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ഹോക്കിയിൽ ഇന്ത്യ ആരെയാ പരാജയപ്പെടുത്തിയത്? ചിലപ്പോൾ അത് ചോദിക്കും. ഹോക്കിയിൽ ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് മെഡൽ ലഭിച്ചത്? ഹോക്കിയില് ഇന്ത്യ സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മെഡൽ ലഭിച്ചത്. സ്പെയിനിന് പരാജയപ്പെടുത്തിയത്. ഹോക്കിയില് ഗോൾഡ് കിട്ടിയത് ആർക്കാ? സ്വർണ്ണ മെഡൽ കിട്ടിയത് ആർക്കാ? ഒളിമ്പിക്സിൽ ഗോൾഡ് കിട്ടിയത് ആർക്കാ? ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാ? നെതർലാൻഡിനാണ് അല്ലെ? നെതർലാൻഡിനാണ് കേട്ടോ. നെതർലാൻഡിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. നെതർലാൻഡിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ഓക്കെ, 2ാം സ്ഥാനം ജർമ്മനി. 2ാം സ്ഥാനം ആർക്കാണ്? ജർമ്മനിക്കാണ്. 3ാം സ്ഥാനം ഇന്ത്യ. 4ാം സ്ഥാനം സ്പെയിന്. ഓക്കെ, എന്തു പറ്റി? 5ഉം 6ഉം ക്വസ്റ്റ്യൻ നമ്പർ ആണോ? 5, 6 വന്നില്ലല്ലേ? അത് എവിടെയും കാണൂടാ. അങ്ങോട്ട് പോകണമെങ്കിൽ എവിടെയും കാണും. അത് ഈ അറേഞ്ച് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഏത് താലൂക്കിലാണെന്ന് കേട്ട് കഴിഞ്ഞാല് അത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ. നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഗോൾഡ് കിട്ടിയത് നെതർലാൻഡ്, സിൽവർ കിട്ടിയത് ജർമ്മനി, പിന്നെ ബ്രോൺസ് കിട്ടിയത് ഇന്ത്യക്കാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് സ്പെയിനെയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, അടുത്ത് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യ ഏഷ്യക്കാരി ആരാണ്? മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ആരാണ്? അത് നമ്മള് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. മിഷേൽ ഓയാണ്. മിഷേൽ ഓയ്ക്കാണ് ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരിയായി മാറിയത് കേട്ടോ. മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ മിഷേൽ ഓയാണ് കേട്ടോ. മിഷേൽ ഓയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം എത്ര രൂപയാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ അത് 333 രൂപയാണ് കേട്ടോ. 333 രൂപയാണ് കേട്ടോ. 333 രൂപയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്ക് മാറിപ്പോവരുത് കേട്ടോ. നമ്മുടെ ഈ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അത് വേറെയാണ്. പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് വേറെയാണ്. രണ്ടും രണ്ടാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വരുന്നത് അത് ആർക്കാണ്? നഗരങ്ങളാകുമ്പോൾ നടത്തിപ്പ് ചുമതല വരുന്ന ആർക്കാണ്ടേ? നഗരങ്ങളാവുമ്പോൾ നടത്തിപ്പ് ചുമതല വരുന്ന ആർക്കാണ്? നഗരങ്ങളാകുമ്പോൾ നടത്തിപ്പ് ചുമതല വരുന്നത് നഗരസഭകൾക്കാണ് അല്ലെ? നഗരസഭകൾക്ക്, നഗരസഭ മുനിസിപ്പാലിറ്റികൾക്കും
അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കുമാണ് കേട്ടോ. നഗരസഭകൾക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കുമാണ് ഈ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ ദിവസ വേതനം എന്ന് പറഞ്ഞാൽ 333 ഇത് ഈ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം എന്നറിയാവോ? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010 2010. ഇപ്പൊ കേരളത്തില് ദിവസവേതനം 333 രൂപയാണ് ദിവസവേതനം. ഓക്കെ, ഇനി നമ്മുടെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പുതുക്കിയിട്ടുണ്ട്. എത്രയായിരുന്നു കേരളത്തിലെ വേതനം? എത്രയായിരുന്നു കേരളത്തില്? 346 ആയിരുന്നത്. ഓക്കെ, എത്ര രൂപ കൂടി? 23 രൂപ കൂടി. 23 രൂപ കൂടിയിട്ട് എത്രയായി മാറി? 369 മാറി. അതായത് കേരളത്തില് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇപ്പോഴത്തെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 369 രൂപയാണ്. 369 രൂപയാണ് ദിവസ ശമ്പളം. ഓക്കെ, മനസ്സിലായ? ഓക്കെ, അടുത്ത് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയിലാണ്. ഹരിയാനയില് എത്രയായി ഇപ്പോഴ്? ഹരിയാനയില് ദിവസക്കൂലി 400 രൂപയായി. ഹരിയാനയില് ദിവസക്കൂലി 400 രൂപയായി. ഓക്കെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം. ഓക്കെ, ഉടൻ തന്നെ ഇത് 500 1000 ഒക്കെ ആവട്ടെ. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ പഠിച്ചിട്ട് നമുക്ക് കിട്ടാതാവുകയാണെങ്കിൽ 10-40 വയസ്സാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ശമ്പളം വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അത് നോക്കിയിരിക്കരുത്. ആ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ പരിപാടിയൊക്കെ പൂട്ടി കിട്ടും. ഇനിയിപ്പോ ഒരു ആശ്വാസമാണോ? അതിങ്ങനെ ആലോചിക്കും, ശമ്പളമൊക്കെ ഇത്രയൊക്കെ ആയാ? 369 ആയി. അപ്പൊ നമ്മളൊക്കെ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ക്ലിയർ ആണല്ലോ? ഇതിൽ പുരുഷന്മാർക്ക് പോവാമോടെ തൊഴിലുറപ്പ് പദ്ധതിക്ക്? പുരുഷന്മാർക്ക് പോവാം. ഓക്കെ, എത്ര പുരുഷന്മാർക്ക് പോകാൻ പറ്റും? എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ? എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ് പൂർത്തിയാകണം. 18 വയസ്സ് പൂർത്തിയാകണം. ഓക്കെ, 18 വയസ്സ് പൂർത്തിയാകണം. പിന്നെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകണം. ഉപഭോക്താക്കളിൽ 1/3 ഭാഗം നിർബന്ധമായിട്ടും എന്തായിരിക്കണം? 1/3 ഭാഗം നിർബന്ധമായിട്ടും സ്ത്രീകളായിരിക്കണം. അത്രയേ ഉള്ളൂ. 1/3 ഭാഗം നിർബന്ധമായിട്ടും സ്ത്രീകളായിരിക്കണം. അതായത് പുരുഷന്മാർക്കും പോകാം. 100 ദിവസത്തെ തൊഴിലാണ് ലഭിക്കുന്നത്. 100 ദിവസത്തെ തൊഴിലാണ് ലഭിക്കുന്നത്. ഈ നടത്തിപ്പ് ചുമതല ആർക്കാണ്? നടത്തിപ്പ് ചുമതല ആർക്കാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് കേട്ടോ. പഞ്ചായത്തുകൾക്കാണ് നടത്തിപ്പ് ചുമതല. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ മറ്റേ അതായത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് ചുമതല നഗരസഭ കോർപ്പറേഷൻ ആണ്. 2010 അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 333 രൂപയാണ് ഇപ്പൊ ദിവസ ശമ്പളം. ഓക്കെ, ഇനി നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം 23 രൂപ കൂടിയിട്ട് 369 രൂപയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹരിയാനയിൽ തന്നെയാണ് ഇപ്പോഴും 400 രൂപയായിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ മനസ്സുള്ള ആർക്ക് വേണോ ഇതിന്റെ ഭാഗമാകാം. ഓക്കെ, 1/3 ഭാഗം ഉപഭോക്താക്കളിൽ അല്ലെങ്കിൽ ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്നേ ഉള്ളൂ. 100 ദിവസത്തെ ജോലി ലഭിക്കും. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകൾക്കാണ് നടത്തിപ്പ് ചുമതല. ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത്, ആഗോളതലത്തിൽ തെളിയിക്കപ്പെട്ട സങ്കേതങ്ങളുടെ മാതൃകയിൽ സംയോജിതവും വിഷയാധിഷ്ഠിതവുമായ ശാസ്ത്ര പഠനം സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കാൻ കെ-ഡിസ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വിഷയാധിഷ്ഠിതവും സംയോജിതവുമായ ശാസ്ത്ര പഠനം സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മഞ്ചാടിയുടെ പിറകെ പോവുകയാണ്. പിള്ളേരെ അത് മഴവില്ലാണ് കേട്ടോ. മഴവില്ല്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചിടാം കേട്ടോ. അതായത് സംയോജിതവും വിഷയാധിഷ്ഠിതവുമായ ശാസ്ത്ര പഠനം സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കെ-ഡിസ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി മഴവില്ലാണ് കേട്ടോ. മഴവില്ല്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 മത്സരം പൂർത്തിയാക്കി ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? 20 ഓവർ മത്സരങ്ങളിൽ 150 മത്സരം പൂർത്തിയാക്കി ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരെന്നാണ് ചോദ്യം. വിരാട് കോഹ്ലിയാണോ? വിരാട് കോഹ്ലി അല്ല, രോഹിത് ശർമ്മയാണ് കേട്ടാ. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ പൂർത്തിയാക്കി ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡ് രോഹിത് ശർമ്മയ്ക്കാണ് കേട്ടോ, രോഹിത് ശർമ്മ. ഓക്കെ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്ന കെയ്റോ ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്ന കെയ്റോ ഏത് രാജ്യത്താണ്? കെയ്റോ ഏത് രാജ്യത്താണ്? വളരെ കെയ്റോ അമേരിക്കയിലാണ് കേട്ടാ. അമേരിക്കയിലാണ് കെയ്റോ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലാണ് കെയ്റോ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയില്. ഓക്കെ, കൊള്ളാം. അടുത്ത, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 1000-ലധികം അതിദരിദ്ര കുടുംബങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ 100 ദിന ക്യാമ്പയിന്റെ പേരെന്താണ്? ഇതും പ്രീവിയസ് ചോദ്യമാണ് പിള്ളേരെ കേട്ടാ. ചോദ്യം ഇങ്ങനെയാണ്, ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 1000-ലധികം അതിദരിദ്ര കുടുംബങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ 100 ദിന ക്യാമ്പയിന്റെ പേരാണ് ഉജ്ജീവനം. എന്താണ്? ഉജ്ജീവനം എന്നാണ് കേട്ടോ. ഉജ്ജീവനം എന്നാണ് ആ ഒരു ക്യാമ്പയിന്റെ പേര്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, ആരോടുള്ള ആദര സൂചകമായാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് 7ാം നമ്പർ ജേഴ്സി പിൻവലിച്ചത്? ആരോടുള്ള ആദര സൂചകമായിട്ടാണ് പിൻവലിച്ചത്? അത് ഓപ്ഷൻ സി, 7ാം നമ്പർ എല്ലാവർക്കും അറിയായിരിക്കും. MS ധോണിയുടെ നമ്പറാണ്. 7ാം നമ്പർ MS ധോണിയുടേതാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഏത് അയൽ രാജ്യത്തിന്റെ മന്ത്രിമാർക്കാണ് രാജി സമർപ്പിക്കേണ്ടി വന്നത്? മോദിജിയെ പറഞ്ഞുകൊണ്ട് രാജിവെക്കേണ്ടി വന്നത് മാലിദ്വീപിലെ മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നത്. മാലിദ്വീപിലെ മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നത്. ഇന്ത്യക്ക് മാലിദ്വീപുമായിട്ട് അതിർത്തി ഉണ്ടോ? ഇന്ത്യക്ക് മാലിദ്വീപുമായിട്ട് അതിർത്തി ഉണ്ടോ? സമുദ്ര അതിർത്തിയാണല്ലേ. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ മാലിദ്വീപാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ മാലിദ്വീപാണ്. ഇന്ത്യയുമായിട്ട് 2 രാജ്യങ്ങൾക്ക് സമുദ്രാതിർത്തി ഉണ്ട്. ഏതൊക്കെയാണ് 2 രാജ്യങ്ങൾ? ഒന്ന് മാലിദ്വീപ്, മറ്റൊന്ന് ഏതാണ്? മറ്റൊന്ന് ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും ഇന്ത്യയുമായിട്ട് എന്തുണ്ട്? സമുദ്രാതിർത്തി ഉണ്ട് കേട്ടോ, സമുദ്രാതിർത്തി ഉണ്ട്. ഓക്കെ, അപ്പൊ മാലിദ്വീപിലെ മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടിയാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി ശരിവെച്ചത്? ഓക്കെ, അത് 2019 നടന്നെങ്കിലും അതിന്റെ കാര്യങ്ങള് സുപ്രീം കോടതി അംഗീകരിച്ചത് 2024 ഓക്കെ, അത് ആർട്ടിക്കിൾ 370 നിർത്തലാക്കലാണ് അല്ലേ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത് ആർട്ടിക്കിൾ 370 പ്രകാരമാണ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു വകുപ്പ് നിർത്തലാക്കിയതിനെ നമ്മുടെ സുപ്രീം കോടതിയിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി ശരിവെച്ചു. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള കേസുകളിൽ കൈകാര്യം ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ അതിന്റെ കോറം എന്ന് പറഞ്ഞാൽ 5 പേരാണ് അല്ലെ. 5 പേരായിരിക്കും. 5 പേര്, ഏറ്റവും കുറഞ്ഞത് 5 ജഡ്ജിമാരുണ്ടാകണം. ഓക്കെ, ഇനി മറ്റു കേസുകളിൽ എത്രയാണ്? മറ്റു കേസുകളിൽ എത്ര പേരുണ്ടാകണം? മറ്റു കേസുകളിലാണെങ്കിൽ 3 പേരുണ്ടാകണം. മറ്റു കേസുകളാണെങ്കിൽ 3 പേരാണ് ആ ഒരു ബെഞ്ചിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഇത് നിലവിൽ വന്ന എപ്പോഴാണ്? നമ്മുടെ ഈ ജമ്മു കാശ്മീരിനെ ഡിവൈഡ് ചെയ്തിട്ട് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലയിൽ വന്നത് എപ്പോഴാണ്? അത് 2019 ഒക്ടോബർ മാസം 31-നാണ്. 2019 ഒക്ടോബർ മാസം 31-നാണ്. 2019 ഒക്ടോബർ മാസം 31-നാണ് ഈ പറയുന്ന ജമ്മു കാശ്മീർ വിഭജനം സംഭവിച്ചത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിലവിൽ വന്നത്. അതായത് ജമ്മു കാശ്മീരും അതുപോലെ ലഡാക്കും എന്നീ പേരിൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലയിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. ഇനി ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു ലയനം, അത് രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ട് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി. അതെപ്പോഴാണ് നിലയിൽ വന്നത്?
അത് 2020 ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയു ലയനം സംഭവിച്ചത് 2020 ജനുവരി 26 കേട്ടോ. ജനുവരി 26 ഓക്കെ. അതായത് ഒരു സംസ്ഥാനമായിരുന്ന ജമ്മു കാശ്മീരിനെ വിഭജിച്ചിട്ട് 2 കേന്ദ്രഭരണ പ്രദേശമാക്കിയത് 2019 ഒക്ടോബർ 31 ഓക്കെ. ഇനി ഒരു 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെ, അതായത് 2 കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംയോജിപ്പിച്ചിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയത് 2020 ജനുവരി 26 കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2023 പദമായി തിരഞ്ഞെടുത്തത് റിസ് ആണ്. ഈ നാടൻ പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം. റിസ് എന്താണ്? റിസ് എന്ന പദം, റിസ് എന്ന പദം ആകർഷകത്വം എന്ന അർത്ഥമാണ് വരുന്നത്. റിസ് എന്ന പദം ആകർഷകത്വം എന്ന അർത്ഥമാണ് തരുന്നത് കേട്ടോ. റിസ് എന്ന പദം ആകർഷകത്വം എന്ന അർത്ഥമാണ് തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മളിവിടെ ക്രഷ് എന്നൊക്കെ പറയത്തില്ലേ? ക്രഷ് ആകർഷകത്വം അല്ലേടെ? ക്രഷ് മറ്റേ രശ്മിക മന്ദനയൊക്കെ നമുക്ക് മറ്റേ നാഷണൽ ക്രഷ് എന്നൊക്കെ അല്ലേ പറയണത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നാഷണൽ ക്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നാം? നിങ്ങള് ഗേൾസ് അല്ലേ? ക്രഷ് തോന്നേണ്ടത് ബോയ്സിനല്ലേ? ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നടന്മാരുടെ അടുത്ത് ഈ ക്രഷ് തോന്നിയിട്ടുണ്ടോ? ക്യൂട്ടാണ് പക്ഷെ. വിജയ് അണ്ണൻ. അണ്ണനൊക്കെ പോയി. അണ്ണൻ രാഷ്ട്രീയത്തിൽ പോയി കേട്ടാ. ഹൃത്തിക് റോഷൻ. ഓക്കെ, അണ്ണൻ രാഷ്ട്രീയത്തിൽ പോയി. ഇനി വേറെ ആരെങ്കിലും നോക്കാം. ഓക്കെ, ആർക്കും മലയാളികളൊന്നും വേണ്ടല്ലേ? കേരളത്തിലെ ഏത് മുൻ ചീഫ് സെക്രട്ടറിയുടെ ആത്മകഥയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ അതിജീവനം? ചെയ്യാൻ വിക്രം. വളരെ ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം കേട്ടോ. ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം കേട്ടോ. അതിജീവനം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? വിശിഷ്ടാംഗത്വം രാജിവെച്ചു. അത് ഓപ്ഷൻ ബി, സി രാധാകൃഷ്ണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ചത് ആരാണ്? അത് സി രാധാകൃഷ്ണനാണ്. അടുത്ത്, കേരളത്തിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല ഏതാണ്? കേരളത്തിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല ഏതാണ്? സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല ആർക്ക് പറയാം? കേരളത്തിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല. പിള്ളേരെ, അത് കേരള സർവകലാശാലയാണ് കേട്ടോ. കേരള സർവകലാശാലയാണ് സേവനാവകാശ നിയമം നടപ്പിലാക്കിയത്. ഓക്കെ, കേരളത്തിലെ സേവനാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് സേവനാവകാശ നിയമം പാസാക്കിയത് അല്ലെങ്കിൽ നിലയിൽ വന്നത്? 2012 ആണല്ലേ? 2012ലാണ് കേരളത്തിൽ സേവനാവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു സർവീസ് ആക്ട് പാസാക്കിയത്. അതായത് എന്താണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സമയബന്ധിതമായിട്ട് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സേവനാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സേവനാവകാശ നിയമം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? സേവനാവകാശ നിയമം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശാണ് സേവനാവകാശ നിയമം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം, മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശില് 2010 തന്നെ സേവനാവകാശ നിയമം നിലയിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ 2012 സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? വളരെ അത് സത്താറയാണ് അല്ലേ? സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ്. സത്താറ. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം ഏത് വർഷമാണ്? ദത്തവകാശ നിരോധന നിയമം ഏത് വർഷം മുതൽ? 1848 ഓക്കെ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഡൽഹൌസി ആണല്ലേ? ഡൽഹൌസി.
ഡൽഹൌസിയാണ് കേട്ടോ. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് നേടിയത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസിയാണ് കേട്ടോ. ഓക്കെ, അതായത് ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്താണ് സംഭവിക്കുന്നത്? അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ അവരുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. മനസ്സിലായ? അതായത് ഒരു അനന്തരാവകാശി ഇല്ലാത്തൊരു നാട്ടുരാജ്യത്തില് ഭരണാധികാരി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയാവോ? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. 1848 ഡൽഹൌസിയാണ് എന്ത് ചെയ്തത്? ഇത് നടപ്പിലാക്കുന്നത്. ആദ്യമായി കൂട്ടിച്ചേർത്തത് 1848 തന്നെ ഏതിനെ? സത്താറയെ കൂട്ടിച്ചേർത്തു. സത്താറയെ 1848 കൂട്ടിച്ചേർത്തു. പിന്നെ ഏതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്? ജയ്പൂരിനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലെ? 1849 ജയ്പൂരിനെ കൂട്ടിച്ചേർത്തു. ഏതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് പഠിച്ചോണം. 1849 ജയ്പൂരിനെ കൂട്ടിച്ചേർത്തു. 1849 തന്നെ സാമ്പൽപൂരിനെ കൂട്ടിച്ചേർത്തു. അടുത്ത് 1854 ഝാൻസിയെ കൂട്ടിച്ചേർത്തു. 1854 ഝാൻസിയെ കൂട്ടിച്ചേർത്തു. 1854 തന്നെ നാഗ്പൂരിനെയും കൂട്ടിച്ചേർത്തു. 1854 നാഗ്പൂരിനെയും കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇനി ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർത്ത ഏതാണ്? ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർത്ത ആരാണ് പിള്ളേരെ? ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർത്തത് 1856 ഔദിനെയാണ് കേട്ടോ. ഔദിനെയാണ് ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർത്തത്. 1856 ഔദിനെയാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ദത്തവകാശ നിരോധന നിയമത്തെ റദ്ദ് ചെയ്തത് ആരാണ്? അത് ക്യാനിങ് പ്രഭുവാണ് കേട്ടോ. ക്യാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമത്തെ എന്ത് ചെയ്തത്? റദ്ദ് ചെയ്തത് കേട്ടോ. ക്യാനിങ് പ്രഭു. അത് ഏത് വർഷമാണെന്നറിയോ? ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് ഏത് വർഷം? 1859 ക്യാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമത്തെ റദ്ദ് ചെയ്തത് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് 48 ഒരു നിയമമായി കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമമാണ്. ഓക്കെ, ഇനി അതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1824 കിട്ടൂർ എന്നൊരു സ്ഥലമുണ്ട്. കിട്ടൂർ നിങ്ങൾ കേട്ടോ? കിട്ടൂർ എന്ന സ്ഥലം. കിട്ടൂര് ഏത് സംസ്ഥാനത്താണ്? കിട്ടൂര് കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലാണ് കിട്ടൂര് കേട്ടോ. കർണാടകയിലാണ് കിട്ടൂര്. ഈ 1824 കിട്ടൂരിനെ അനൗദ്യോഗികമായിട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാവോ? ഈ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നിയമം ഉപയോഗിച്ചിട്ടുണ്ട് കിട്ടൂര്. അപ്പൊ അതിനെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനെതിരെ പോരാടിയ ഒരു വനിതയുണ്ട്. അതാണ് ആര്? കിട്ടൂർ ചെന്നമ്മ. ആ വനിതയുടെ പേരാണ് കിട്ടൂർ ചെന്നമ്മ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോണം. 1824 ഈ ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായിട്ട്, അല്ലെങ്കിൽ അത് അപ്പോഴൊന്നും നിയമം നിലവിൽ വന്നിട്ടില്ല, ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലെ കിട്ടൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിനെതിരെ പോരാടിയ വനിതയാണ് കിട്ടൂർ ചെന്നമ്മയുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക. 1848 ഡൽഹൌസിയാണ് നിയമം കൊണ്ടുവരുന്നത്. ആ നിയമപ്രകാരം അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമാകുമായിരുന്നു. അത് പ്രകാരം ആദ്യമായിട്ട് പിടിച്ചെടുത്തത് 848 തന്നെ സത്താറയാണ്. 849 ജയ്പൂരിനെയും 849 തന്നെ സാമ്പൽപൂരിനെയും 54 ഝാൻസി അതുപോലെ തന്നെ 54 നാഗ്പൂര്, 56 ഏറ്റവും ഒടുവിലായിട്ട് അവധ്. ഇത്രയും നാട്ടുരാജ്യങ്ങള് ദത്തവകാശ നിരോധന നിയമപ്രകാരം ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. 1859 ക്യാനിങ് പ്രഭു, വൈസ്രോയി ആയിട്ടുള്ള ക്യാനിങ് പ്രഭു എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ച അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് ജോൺ റസ്കിൻ ആണ് അല്ലെ? ജോൺ റസ്കിൻ ആണ് അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് അല്ലെ? ജോൺ റസ്കിൻ ആണ് അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വേളയിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വേളയിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു?
പിള്ളേരെ അത് ആരാണ്? ഇർവിൻ ആണോ? ഒന്നുകൂടെ നോക്കിയേ. 32-ലല്ലേ കമ്മ്യൂണൽ അവാർഡ്? 32-ല് ആരാ വരുന്നേ? വെല്ലിംഗ്ടൺ അല്ലേ വരുന്നേ? ലിൻലിത് ഗോയൊക്കെ 32-ലാണോ വരുന്നത്? വെല്ലിംഗ്ടൺ ആണ് വരുന്നത്. 31 വരെ ആരുള്ളൂ? 31 വരെ ഇർവിനുള്ളൂ കേട്ടോ. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. വെല്ലിംഗ്ടൺ പ്രഭുവാണ് കേട്ടോ. വെല്ലിംഗ്ടൺ പ്രഭുവാണ് ആ സമയത്ത് എന്ത് വരുന്നത്? വെല്ലിംഗ്ടൺ പ്രഭുവാണ് ആ സമയത്ത് നമ്മുടെ വൈസ്രോയ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വൈസ്രോയുടെ കാലഘട്ടം നമുക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 1900 മുതൽ 1947 വരെയുള്ള വൈസ്രോയ്മാരൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ അത് തുടങ്ങേണ്ടത് 1899 മുതൽ 1905 വരെ ആരായിരുന്നു? 1899 മുതൽ 1905 വരെ വൈസ്രോയ് ആരായിരുന്നു? ആർക്ക് പറയാം? നമുക്കറിയാം, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് 1899 മുതൽ 1905 വരെ കഴ്സൺ. ആരാണ് പിള്ളേരെ? കഴ്സൺ പ്രഭുവായിരുന്നു വൈസ്രോയ് കേട്ടോ. 1899 മുതൽ 1905 വരെ ആരായിരുന്നു വൈസ്രോയ്? കഴ്സൺ ആയിരുന്നു, കഴ്സൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 1905 മുതൽ 1910 വരെ 1905 മുതൽ 1910 വരെ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സനും ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് മിന്റോ സെക്കൻഡ് ആണ് അല്ലെ? മിന്റോ സെക്കൻഡ് കേട്ടോ. അപ്പൊ 1905 മുതൽ 10 വരെ മിന്റോ സെക്കൻഡ് ആണ്. മിന്റോ സെക്കൻഡ് ആയിരുന്നു വൈസ്രോയ്, മിന്റോ സെക്കൻഡ്. ഓക്കെ, ഇനി 1910 മുതൽ 16 വരെ 1910 മുതൽ 16 വരെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് അല്ലേ? ഹാർഡിഞ്ച് 1910 മുതൽ 16 വരെ ഹാർഡിഞ്ച്. ഈ 3 ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ ആണ്, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് മിന്റോ സെക്കൻഡ് ആണ്, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് ആണ്. ഈ 3 ചോദ്യങ്ങൾ കേട്ടാ. ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് കഴ്സൺ, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് മിന്റോ സെക്കൻഡ്, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് ആണ് കേട്ടോ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് ആണ്. ഓക്കെ, 1916 മുതൽ 21 വരെ 19 നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആലോചിച്ച് പറഞ്ഞേ. 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് വേറൊരു പേരുണ്ട്, മൊണ്ടേഗോ ചേംസ്ഫോർഡ് റിഫോംസ് എന്ന്. അപ്പൊ നമ്മൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ചെംസ്ഫോർഡ് അല്ലേ? ചെംസ്ഫോർഡ് 1916 മുതൽ 21 വരെ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ലോർഡ് ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ലോർഡ് ചെംസ്ഫോർഡ് ആണ്. 1916 മുതൽ 21 വരെ ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് 1921 മുതൽ 26 വരെ ആരാണ്? 21 മുതൽ 26 വരെ 21 മുതൽ 26 വരെ റീഡിംഗ് പ്രഭുവാണ് കേട്ടോ. 21 മുതൽ 26 വരെ റീഡിംഗ് 21 മുതൽ 26 വരെ റീഡിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് 1926 മുതൽ 31 വരെ 26 മുതൽ 31 വരെ ആരാ? 26 മുതൽ 31 വരെ ഇർവിനാണ് കേട്ടോ. 26 മുതൽ 31 വരെ ആരാണ്? ഇർവിനാണ്. 26 മുതൽ 31 വരെ ഇർവിനാണ് കേട്ടോ. ഓക്കെ, അടുത്ത് 1931 മുതൽ 36 വരെ 31 മുതൽ 36 വരെ നമ്മളിപ്പോ പറഞ്ഞു ആരാണെന്ന്. വെല്ലിംഗ്ടൺ ആണ് കേട്ടോ. വെല്ലിംഗ്ടൺ 31 മുതൽ 36 വരെ ആരാണ്? വെല്ലിംഗ്ടൺ ആണ് കേട്ടോ. വെല്ലിംഗ്ടൺ ആണ്. അടുത്ത് 1936 മുതൽ 1943 വരെ 36 മുതൽ 43 വരെ ആരാണ്? 40 ഓഗസ്റ്റ് ഓഫർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിൻ ലിത്ഗോയാണ് കേട്ടോ. 36 മുതൽ 43 വരെ ലിൻ ലിത്ഗോയാണ്. അടുത്ത 1943 മുതൽ 47 വരെ ആരാണ്? 43 മുതൽ 47 വരെ വേവൽ പ്രഭുവാണ്. 43 മുതൽ 47 വരെ. ഓക്കെ, 1947 ആര് വൈസ്രോയ് ആകുന്നത് പിള്ളേരെ? ഏറ്റവും ഒടുവിലത്തെ വൈസ്രോയ് ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ് കേട്ടോ. മൗണ്ട് ബാറ്റൺ ആണ് ഏറ്റവും ഒടുവിലത്തെ വൈസ്രോയ് ആരാണ് പിള്ളേരെ? മൗണ്ട് ബാറ്റൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മളിപ്പോ 900 മുതലുള്ളതേ പഠിച്ചുള്ളൂ, സമയം കുറവായതുകൊണ്ട്. ബാക്കി മുന്നോട്ടുള്ളത് നമ്മൾ വേറെ, അതായത് 1858 മുതലുള്ള വൈസ്രോയിമാരെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ 1899 മുതൽ 905 വരെ കഴ്സനാണ്.
ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. 1905 മുതൽ 10 വരെ മിന്റോ സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കി. അടുത്ത് 1910 മുതൽ 16 വരെ ഹാർഡിഞ്ച് ആണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. 1916 മുതൽ 21 വരെ ചേംസ്ഫോർഡ് ആണ്. ചേംസ്ഫോർഡ് നമുക്കറിയാം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സമയത്ത്, അല്ലെങ്കിൽ മൊണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ആ സമയത്ത് വൈസ്രോയി. 1921 മുതൽ 26 വരെ റീഡിംഗ് ആണ്. 26 മുതൽ 31 വരെയാണ് ഇർവിൻ വരുന്നത്. 31 മുതൽ 36 വരെ വെല്ലിംഗ്ടൺ ആണ്. 36 മുതൽ 43 വരെ ലില്ലിത്ഗോയാണ്. 43 മുതൽ 47 വരെ വേവലാണ്. 47 മൗണ്ട് ബാറ്റൻ വൈസ്രോയ് ആകുന്നത് കേട്ടോ. 47 മൗണ്ട് ബാറ്റൻ വൈസ്രോയ് ആകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ചോദ്യം ഒന്ന് നോക്കടാ. അടുത്ത ചോദ്യം നോക്കി. പ്രസ്താവനകൾ പരിഗണിക്കുക. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. സേഫ്റ്റി വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതൊക്കെയാണ് ശരി? 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി ശരിയാണ്. അതുപോലെ തന്നെ സേഫ്റ്റി വാൽവ് സിദ്ധാന്തം INC രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതും ശരിയാണ്. അതായത് 1ഉം 2ഉം ശരി എന്നതാണ് ആൻസർ. ഓക്കെ, ഈ സേഫ്റ്റി വാൽവ് സിദ്ധാന്തം അത് ആരാണ് അത് പറയുന്നത്? സേഫ്റ്റി വാൽവ് സിദ്ധാന്തം, സുരക്ഷാ വാൽവ് ദാദാഭായ് നവറോജി ആണോ? നമ്മൾ ഇന്നാളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കണ്ടതാണ്. ലാലാ ലജ്പത് റായി ആണ് കേട്ടോ. ലാലാ ലജ്പത് റായ്. ഓക്കെ, ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യയിലാണ് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സംഘടന രൂപീകരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒരു സുരക്ഷാ വാൽവാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഈ പറഞ്ഞ സേഫ്റ്റി വാൽവായിട്ടാണെന്ന്. അതായത് ഈ ഇന്ത്യക്കാര് അവരുടെ ദേശീയ ബോധം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഘടനാ ശക്തി അവര് ഒരുമിച്ച് നിൽക്കാതെ പല രീതി, അല്ലെങ്കിൽ പല ഭിന്നിപ്പിച്ച് നിർത്തുക എന്നല്ലേ ബ്രിട്ടീഷുകാരുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന് സഹായകമാകും. അതുകൊണ്ടാണ് INCയുടെ രൂപീകരണത്തെ ബ്രിട്ടീഷുകാർ സഹായിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ലാലാ ലജ്പത് റായ്. ഓക്കെ, അതായത് അവർക്ക് അവരുടെ നമുക്ക് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അസംതൃപ്തി കുറയ്ക്കാനും അവരുടെ വിപ്ലവപരമായ പ്രക്ഷോഭങ്ങൾ തടയാനുമാണ് ഈ ബ്രിട്ടീഷുകാര് ഈ INC രൂപീകരിക്കാൻ സമ്മതിച്ചത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നത്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ലാലാ ലജ്പത് റായിയാണ്. ഇതൊരു വിമർശനമാണ്. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അതായത് ഇവർക്ക്, ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാർഗമായിരുന്നു INC രൂപീകരണം എന്നാണ് ലാലാ ലജ്പത് റായ് പറഞ്ഞത്. ഓക്കെ, അടുത്ത് സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. രാഷ്ട്രഗുരു എന്നറിയപ്പെട്ടു. എ നേഷൻ ഇൻ മേക്കിംഗ് ആണ് ആത്മകഥ. ആരാണ് പിള്ളേരെ? എ നേഷൻ ഇൻ മേക്കിംഗ് ആത്മകഥ വരുന്ന രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി ആണ് അല്ലെ? സുരേന്ദ്രനാഥ ബാനർജി ആണ് ആൻസർ. സുരേന്ദ്രനാഥ ബാനർജി ആണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് അല്ലെ? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന ആത്മകഥയും ആരുടെ തന്നെയാണ്? അദ്ദേഹത്തിന്റെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യ വിൻസ് ഫ്രീഡം നമുക്ക് ചോദിക്കുന്ന ഒരു ആത്മകഥയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടേതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബുൽ കലാം ആസാദ് അല്ലെ? മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഓക്കെ, ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ആരാണ്? ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എഴുതിയത് ആരാണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി എഴുതിയത് ആരാണ്? ഇന്ത്യൻ സ്ട്രഗിൾ
ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി എഴുതിയത് ആരാണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി എഴുതിയത് ആരാണ്? ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി എഴുതിയതും ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക പിള്ളേരെ, എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന ആത്മകഥ എഴുതിയത് സുരേന്ദ്രനാഥ ബാനർജി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ്, ദേശീയതയുടെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഓക്കെ, എന്നാൽ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതി എഴുതിയത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി എഴുതിയതും ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി എഴുതിയത്. ഓക്കെ, അടുത്ത് സമ്പന്നരിൽ നിന്ന് ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂരഹിതർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ 1951 ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഓക്കെ, അപ്പൊ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. അത് 1951 അത് ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളി എന്ന സ്ഥലത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ഇന്ത്യ സ്വതന്ത്രമായ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് ആര്? ഇന്ത്യ സ്വതന്ത്രമായ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ചിരുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ആരാ പിള്ളേരെ? അത് JB കൃപലാനിയാണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി JB കൃപലാനിയാണ് ആൻസർ. ഓപ്ഷൻ ബി JB കൃപലാനിയാണ് ആൻസർ കേട്ടോ. JB കൃപലാനി. ഓക്കെ, എടാ ഈ ഇന്ത്യൻസ് ഒരു 26 ഒന്നൂടെ. 26 ഈ സമ്പന്നരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഭൂമി ദാനമായി വാങ്ങും. ഭൂമി ദാനമായിട്ട് വാങ്ങിച്ചിട്ട് അത് ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി, അതാണ് ഈ ഭൂദാന പ്രസ്ഥാനം. ഭൂമി ദാനം ചെയ്യുന്ന പ്രസ്ഥാനം. അത് 1951 ആചാര്യ വിനോബ ഭാവെയാണ് ആരംഭിച്ചത് കേട്ടോ. അപ്പൊ അതിന് തുടക്കം കുറിച്ചത് ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളി എന്ന സ്ഥലത്താണ്. 1951 ആചാര്യ വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരെന്നായിരുന്നു ചോദ്യം. അതാരാണ്? JB കൃപലാനിയാണ്. ഓക്കെ, അവിടെ ഞാൻ കാര്യം ചോദിക്കട്ടെ. 1940 മുതലുള്ള കോൺഗ്രസ് സമ്മേളനം നമുക്ക് നോക്കാം. 1940 കോൺഗ്രസ് സമ്മേളനം കേട്ടോ. 1940 കോൺഗ്രസ് സമ്മേളനം ആരാണ് അധ്യക്ഷനായത്? 1940 കോൺഗ്രസ് സമ്മേളനത്തിൽ ആരാണ് അധ്യക്ഷനായത്? നിങ്ങൾക്ക് 38, 39 ഒക്കെ അറിയാം. 38 ആര്, 39 ആര്? 38 ആര് അധ്യക്ഷനായി? 38 ആര് അധ്യക്ഷനായി? 38 സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനാവുകയാണ് 38. അടുത്ത 38 സുഭാഷ് ചന്ദ്രബോസ് ഇലക്റ്റഡ് ആവുന്ന 38 ഓക്കെ, 38 എവിടെയായിരുന്നു സമ്മേളനം? 38 എവിടെയായിരുന്നു? 38 ഹരിപുര സമ്മേളനം അല്ലെ? 38 ഹരിപുര സമ്മേളനം. ഓക്കെ, ഹരിപുര സമ്മേളനം. 39 ആ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് അധ്യക്ഷൻ. ആ സമ്മേളനം നടക്കുന്നത് ത്രിപുരി. 39 ത്രിപുരി സമ്മേളനം. ഓക്കെ, ക്ലിയർ ആണ്. 39 ത്രിപുരി സമ്മേളനത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ നടക്കുന്നത് ഗാന്ധിജിയുടെ ആളായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യെ ആര് തോപ്പിക്കുന്നത്? പട്ടാഭി സീതാരാമയ്യെ സുഭാഷ് ചന്ദ്രബോസ് തോപ്പിക്കുന്നത്. ഓക്കെ, 39 ഓക്കെ. 40 ആരാണ് അധ്യക്ഷൻ? 40 ആസാദ് അധ്യക്ഷനാവുകയാണ് കേട്ടോ. ആസാദ് രാംഗ്രാം എന്ന സ്ഥലത്താണ് സെഷൻ നടന്നത് കേട്ടോ. 1940 ആസാദ് അധ്യക്ഷനാവുകയാണ് കേട്ടോ. 1940 ആസാദ് അധ്യക്ഷനാവുകയാണ്. 41 ആരാണ് അധ്യക്ഷൻ? 41 ആരാണ് അധ്യക്ഷൻ പിള്ളേരെ? അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 41 മുതൽ 45 വരെ INC സെഷൻ ഇല്ല. 41 മുതൽ 45 വരെ എന്തില്ല? INC സെഷൻ ഇല്ല കേട്ടാ. 41 മുതൽ 45 വരെ INC സെഷൻ നടന്നിട്ടില്ല.
40 മുതൽ 46 വരെ INC പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഓക്കെ, ഇനി 1946 സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? 1946 സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് പിള്ളേരെ? 1946 സമ്മേളനം നടന്നത് മീററ്റിൽ വെച്ചിട്ടാണ്. മീററ്റിൽ വെച്ചിട്ടാണ്. അതായത് INC-യുടെ 54-ാമത്തെ സെഷൻ, INC-യുടെ 54-ാമത്തെ സെഷൻ നടന്നത് 46 മീററ്റിൽ വെച്ചിട്ടാണ്. ഈ സെഷനിലാണ് ആരധ്യക്ഷനായത്? ഈ മീററ്റ് സെഷനിലാണ് ആരധ്യക്ഷനായ പിള്ളേരെ? JB കൃപലാനി അധ്യക്ഷനായത്. JB കൃപലാനി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 46 മീററ്റിൽ വെച്ചിട്ടാണ് ആ സെഷൻ നടന്നത്. അധ്യക്ഷൻ JB കൃപലാനി. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തില് സെഷൻ ഉണ്ടോ? INC സെഷൻ ഉണ്ടോ? 47 സെഷൻ ഉണ്ടോ? ഇല്ല. 47 INC സമ്മേളനം ഇല്ല. 47 INC സമ്മേളനം ഇല്ല. അതിനുശേഷം സമ്മേളനം നടക്കുന്ന 1948 INC-യുടെ 55-ാമത്തെ സമ്മേളനം. ഈ 55-ാം സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടെന്നറിയോ? 48 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ INC സമ്മേളനം നടന്ന സ്ഥലം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സമ്മേളനം നടന്നത് ജയ്പൂരിലാണ് കേട്ടോ. ജയ്പൂരിൽ വെച്ചിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ INC പ്രസിഡന്റ് നിലയിൽ വരുന്നത്. ആരാണ് അദ്ദേഹം? അത് പട്ടാഭി സീതാരാമയ്യാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ INC പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനിയാണ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ INC പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, 38 സുഭാഷ് ചന്ദ്രബോസ് ഹരിപുര, 39 സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി, 40 ആസാദാണ്. രാംഗ്രാം എന്ന് പറയുന്ന രാമഗ്രാം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു സമ്മേളനം. രാമഗ്രാം കേട്ടോ, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഓർത്തു വെച്ചിരുന്നത് ആസാദ് 40 അധ്യക്ഷനാകുന്നത്. 41 മുതൽ 45 വരെ INC സമ്മേളനങ്ങളില്ല. പിന്നെ നടക്കുന്ന 46 46 മീററ്റിൽ വെച്ചിട്ട് INC സമ്മേളനം നടക്കുന്നു. JB കൃപലാനി അധ്യക്ഷനാകുന്നു. ഓക്കെ, അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അധ്യക്ഷൻ JB കൃപലാനി. സ്വാതന്ത്ര്യം കിട്ടിയ 47 സമ്മേളനം ഇല്ല. പിന്നെ 48 സമ്മേളനം. അത് 55-ാമത്തെ സമ്മേളനമാണ്. അത് ജയ്പൂരിൽ വെച്ചിട്ടാണ്. പട്ടാഭി സീതാരാമയ്യാണ് അധ്യക്ഷൻ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ INC പ്രസിഡന്റ് ആയിട്ട് പട്ടാഭി സീതാരാമയ്യ മാറി. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഇവയിൽ ഏത് നാട്ടുരാജ്യമാണ് 1948 ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത്? ഓക്കെ, അതെല്ലാവർക്കും അറിയാം. ഏതാണ് പിള്ളേരെ? ഹൈദരാബാദ് ആണ് ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത്. ഓക്കെ, അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഏതാണ് പിള്ളേരെ? കാരക്കൽ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു. യാനം ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു. പോണ്ടിച്ചേരിയും ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു. പെടാത്തത് ദാമൻ ആണ് കേട്ടോ. ദാമൻ. ഓക്കെ, ഈ ദാമൻ ആരുടെ കീഴിലായിരുന്നു? ദാമൻ ആരുടെ കീഴിലായിരുന്നു പിള്ളേരെ? ദാമൻ ദിയു ഗോവയൊക്കെ പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു കേട്ടോ. പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. ഗോവയും ദാമൻ ദിയും ഒക്കെ ആരുടെ കീഴിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു ഗോവയും ദാമൻ ദിയും ഒക്കെ. ഓക്കെ, അടുത്ത്, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവ സ്ഥാപിക്കാൻ സഹായം നൽകിയ രാജ്യങ്ങളും. ഓക്കെ, നോക്കിയേ, ഇതിൽ തെറ്റായത് ഏതാണ് ചോദ്യം? ഭിലായ് സോവിയറ്റ് യൂണിയൻ ശരിയാണ് അല്ലെ? ഭിലായിക്ക് സഹായം നൽകിയ സോവിയറ്റ് യൂണിയൻ ആണ്. അതുപോലെ തന്നെ ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ്. റൂർക്കേല ജർമ്മനി ശരിയാണ്. ബൊക്കാറോ കാനഡ തെറ്റാണ്. ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത് ആരാണ്ടാ? ബൊക്കാറോയ്ക്ക് സഹായം നൽകിയതും USSR തന്നെയാണ്. USSR അല്ലെങ്കിൽ റഷ്യ തന്നെയാണ് ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത്. ഓക്കെ, ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാ? ഏറ്റവും വലുത് ഏതാ? ഈ 4 ഏറ്റവും വലുത് ഏതാണ് പിള്ളേരെ? ഇരുമ്പുരുക്കുശാലകൾ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ബൊക്കാറോയാണ്. ഏറ്റവും വലുത് ബൊക്കാറോയാണ്. ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്കുശാല ഏതാണ്? ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന അത് ഭിലായി ആണ്. ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്കുശാല ഭിലായി ആണ്. ഏറ്റവും വലുത് ബൊക്കാറോയും ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് ഭിലായി ആണ് കേട്ടോ. ഭിലായി. ഓക്കെ, നമ്മൾ ഇതൊക്കെ കുറെ തവണ പഠിച്ചിട്ടുള്ളത് തന്നെ, ഇരുമ്പുരുക്കുശാലകളുടെ ആ ഒരു കോഡൊക്കെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. പ്രധാനപ്പെട്ട എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്.
ഓക്കെ, എല്ലാം ശരിയാണോ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താ പിള്ളേര്? ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. ഓക്കെ, അത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ ആണ് തിരഞ്ഞെടുത്തത്. ആനുപാതിക പ്രാതിനിധ്യം എന്ന രീതിയിലാണ് തിരഞ്ഞെടുത്തത്, അല്ലാതെ ഇലക്ഷനിലൂടെ അല്ല തിരഞ്ഞെടുത്തത്. അത് തന്നെയാണ് ഇന്ത്യൻ ഭരണം. നമുക്ക് ചിലപ്പം ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ചോദിക്കും, അതായത് ഇലക്ഷനിലൂടെ അല്ല ഭരണഘടനാ നിർമ്മാതാക്കളെ തിരഞ്ഞെടുത്തത് എന്നത് ഒരു വിമർശനപരമായ ഒരു കാര്യമാണ്. ഇന്നും പല ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ വിമർശിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത ആൾക്കാരല്ല. മനസ്സിലായോ? നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് കേട്ടോ. അത് നമ്മുടെ ഭരണഘടനയെ വിമർശിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനപ്പെട്ട എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ് കേട്ടോ. പ്രധാനപ്പെട്ട എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അടുത്ത മൂന്നാമത്തത്, രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചത്. അത് ശരിയല്ലേ? ആ സമയത്ത് കോൺഗ്രസ് അല്ലേ ഇവിടെ നിലനിൽക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, അതായത് 1, 2, 3 ശരിയാണ് കേട്ടോ. 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇവയിൽ ഏത് റിട്ടിനാണ് ലാറ്റിൻ ഭാഷയിൽ എന്ത് അധികാരം കൊണ്ട് എന്നർത്ഥം വരുന്നത്? എന്ത് അധികാരം കൊണ്ടെന്ന് അർത്ഥം വരുന്നത് കോവാറന്റോ ആണ് കേട്ടോ. കോവാറന്റോ ആണ് എന്ത് അധികാരം കൊണ്ട് എന്നർത്ഥം വരുന്നത് കോവാറന്റോ ആണ് കേട്ടോ. ഓക്കെ, ശരീരം ഹാജരാക്കുക ഏതാണ്? ശരീരം ഹാജരാക്കുക ഹേബിയസ് കോർപ്പസ് ആണല്ലേ. ഹേബിയസ് കോർപ്പസ് ആണ് ശരീരം ഹാജരാക്കുക അർത്ഥം വരുന്നത്. ശരീരം ഹാജരാക്കുക എന്ന് അർത്ഥം വരുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, അടുത്ത, നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു. അത് മാൻഡമസ് ആണ് അല്ലെ. നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു മാൻഡമസ് ആണ്. ഓക്കെ, അടുത്ത്, തടയുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്ന് അർത്ഥം വരുന്നത് പ്രൊഹിബിഷൻ ആണ്. തടയുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്ന് അർത്ഥം വരുന്നത് പ്രൊഹിബിഷൻ ആണ്. അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക ഏതാണ്? സെഷോററി ആണ് കേട്ടോ. ഓക്കെ, സെഷോററി ആണ്. അപ്പൊ ഇത് ഓർത്തോണേ പിള്ളേരെ. എന്ത് അധികാരം എന്നർത്ഥം വരുന്നത് കോവാറന്റോ. ശരീരം ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ നാം ആജ്ഞാപിക്കുന്നു അത് ഏതാണ്? മാൻഡമസ് ആണ്. തടയുക അല്ലെങ്കിൽ നിർത്തലാക്കുക അത് പ്രൊഹിബിറ്റ് ചെയ്യുക, അത് തടയുകയല്ലേ. പിന്നെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക അത് സെഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക അത് സെഷ്യോററി ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ആർട്ടിക്കിൾ 51A ഉൾപ്പെടാത്തത് ഏതാണ്? 51A നമുക്കറിയാം മൗലിക കടമകളാണ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് പിള്ളേരെ നോക്കാം. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക മൗലിക കടമയല്ലേടെ. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക മൗലിക കടമയാണ്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക മൗലിക കടമയാണ്. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക മൗലിക കടമയാണ്. തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം ലഭ്യമാക്കുക മൗലിക കടമയല്ല, അത് DPSP ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്, DPSP ആണ്. ഏത് ആർട്ടിക്കിളിലാണ് വരുന്നേ? തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം ലഭ്യമാക്കുക 43 ആണോ? 39D ആണ് കേട്ടോ. 39Dയിലാണ് അത് പരാമർശിക്കുന്നത്. 39D. ഓക്കെ, തുല്യ ജോലിക്ക് തുല്യ വേതനം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ലഭ്യമാക്കുക എന്നുള്ളത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വരുന്നതാണ്. 39Dയിലാണ് വരുന്നത്. ലോകസഭയിലെ അംഗസംഖ്യ 525 നിന്നും 545 ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 525 നിന്നും 545 ആക്കിയ ഭരണഘടനാ ഭേദഗതി പിള്ളേരെ ഓപ്ഷൻ എ 31 ഭേദഗതിയാണ്. 31 ഭേദഗതിയാണ്. 1973 1973 31 ഭേദഗതി പ്രകാരമാണ്
525 നിന്ന് 545 ആക്കിയത്. ഇപ്പൊ 545 ഉണ്ടോ ലോകസഭയിൽ അംഗസംഖ്യ? ഉണ്ടോ? 545 ഇപ്പൊ 543 ഉള്ളൂ. 543 ഉള്ളൂ. ഏത് ഭേദഗതി പ്രകാരമാണ് 545 നിന്ന് 543 ആയത്? രണ്ടുപേരെ ഒഴിവാക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? ഏത് ഭേദഗതി? വളരെ 104 ഭേദഗതി അല്ലെ? 104 ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ലോകസഭയിൽ നിർത്തലാക്കി അല്ലേ? 104 ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ലോകസഭയിൽ നിർത്തലാക്കി. ഓക്കെ. അപ്പൊ 1973 31 ഭേദഗതി പ്രകാരമാണ് 525 നിന്ന് 545 ആയത്. അതുപോലെ 104 ഭേദഗതി പ്രകാരം 545 നിന്ന് 543 ആയിട്ട് മാറി. അതായത് 2 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം. ഓക്കെ, ഇനി ഈ ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയ ഭേദഗതിയുണ്ട്. 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയ ഭേദഗതി ഏതാണ്? ലോകസഭ മാത്രമല്ല, ലോകസഭയിലെയും നിയമസഭയിലെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് അത് 42 ഭേദഗതിയാണ്. 1976 42 ഭേദഗതി പ്രകാരമാണ് ഈ ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത്. ഓക്കെ, ഇനി വീണ്ടും ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കിയത് അത് ഏതാണ്ടാ? അത് 44 ഭേദഗതി. 44 ഭേദഗതി 1978 44 ഭേദഗതി പ്രകാരമാണ് 6 വർഷ കാലാവധി എന്നത് 5 വർഷമാക്കി മാറ്റിയത്. ഓക്കെ, 5 എന്നത് 6 ആക്കിയത് 42 ഭേദഗതിയിലും 6 എന്നത് 5 ആക്കിയത് 44 ഭേദഗതിയിലുമാണ് കേട്ടോ. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏത് അനുച്ഛേദമാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏതാണ് പിള്ളേരെ? അത് ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. അടുത്ത് തന്നിരിക്കുന്ന ഇരുമ്പ് നിക്ഷേപ കേന്ദ്രങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? കണ്ടുപിടിച്ചേ. SCRT ഉള്ളത് തന്നെ ഇത്. പിള്ളേരെ എ തന്നെയാണ്. എ ആണ് ആൻസർ. രത്നഗിരി പശ്ചിമ ബംഗാളിലാണോ? അല്ല, രത്നഗിരി പശ്ചിമ ബംഗാളിലല്ല. രത്നഗിരി എവിടെയാണ്? ഗോവയിലാണോ? രത്നഗിരി കർണാടകയിലാണോ? രത്നഗിരി മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് രത്നഗിരി കേട്ടോ. രത്നഗിരി മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, കുന്ദ്രേമുഖ് കർണാടക കറക്റ്റാണ്. സുന്ദർഗഡ് ഒഡീഷ, ബെല്ലാരി കർണാടക. ഓക്കെ, കുന്ദ്രേമുഖ്, അതുപോലെ സുന്ദർഗഡ്, ബെല്ലാരി, അത് മൂന്നും കറക്റ്റ് ആണ്. രത്നഗിരി പശ്ചിമ ബംഗാളിലെ മഹാരാഷ്ട്രയിലാണ് രത്നഗിരി. ഓക്കെ, അത് പഠിച്ചോണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പഠിച്ചു സുന്ദരവും മയൂരവുമായിട്ടുള്ള ജാറ് ഒടിഞ്ഞുപോയി. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാറിയ, ഒഡീഷ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാറിയ, ഒഡീഷ. ജാറിയ അല്ല, ജാറിയല്ല, ചാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. SCRT ചാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ജാറിയ ഒഡീഷയിലല്ല, ജാറിയ ഇവിടെയാണ്, നമ്മുടെ ജാർഖണ്ഡിലാണ്. ജാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഇവയിൽ ഹിമാലയവുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? ഹിമാലയവുമായി അതിർത്തി പങ്കിടാത്ത അയൽരാജ്യം ഏതാണ്? വളരെ ജാറാണ് കേട്ടോ. ജാറിയല്ല, ജാറാണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. ഹിമാലയവുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇന്ത്യൻ സംസ്ഥാനമല്ല, ഇന്ത്യയുടെ അയൽരാജ്യം ഏതെന്നാണ് ചോദ്യം. ഹിമാലയവുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യയുടെ അയൽരാജ്യം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് പറഞ്ഞേ. എളുപ്പമല്ലേടാ. അഫ്ഗാനിസ്ഥാനും ഹിമാലയ ഇല്ലേടേ. ബംഗ്ലാദേശ് അല്ലേ ഇന്ത്യയുടെ താഴ്ഭാഗത്തേക്ക് സ്ഥിതി ചെയ്യുന്നത്. ബംഗാളിന്റെ താഴ്ഭാഗത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചാൽ കിട്ടേണ്ട ഉത്തരവാണ്. ഓക്കെ, കുറച്ചുകൂടെയൊക്കെ ചിന്തിക്കും പിള്ളേരെ. ഓക്കെ, പാകിസ്ഥാനൊക്കെ ഹിമാലയമായിട്ട് അതിർത്തിയുണ്ട്. ബംഗ്ലാദേശാണ് ആൻസർ, ബംഗ്ലാദേശ്. ഓക്കെ, അടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക. വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ഭാബർ. ഉത്തര മഹാസമുദ്രത്തിൽ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. ഓക്കെ, വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ഭാബർ. അതുപോലെ ഉത്തര മഹാസമുദ്രത്തിലെ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. അതായത് ഈ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ഭാബർ. ഇനി ഉത്തര മഹാസമുദ്രത്തിലെ പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്.
പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടും. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടും. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭങ്കർ എന്നറിയപ്പെടും. പഴയ സാധനങ്ങളിലാണ് ഫംഗസ് പിടിക്കുന്നത് ഓർത്ത് വെച്ചിരുന്നത്. അപ്പൊ ഭങ്കർ. പഴയത് ഭങ്കർ, പുതിയത് ഖാദർ. പഴയത് ഫംഗസ് പിടിക്കുന്ന ഓർത്ത് വെച്ചിരുന്നാൽ മതി. പുതിയത് ഖാദറും പഴയത് ഭങ്കറും. ഇനി ഈ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന ഒരു പ്രദേശമുണ്ട്. അതാണ് ഭാബർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് മൂന്നാണ്. ഭാബർ എന്ന് പറഞ്ഞാൽ ജലപ്രദേശം അപ്രത്യക്ഷമാവുന്ന പ്രദേശം, പഴയ എക്കൽ നിക്ഷേപം ഭങ്കർ, പുതിയ എക്കൽ നിക്ഷേപം ഖാദർ. ഓക്കെ, അടുത്ത ചോദ്യം, ഇവയിൽ ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിലും നർക്കോണ്ടം ആൻഡമാൻ നിക്കോബാറിലാണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ? നർക്കോണ്ടം ആൻഡമാൻ നിക്കോബാർ ആണെന്നറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. നർക്കോണ്ടം ദ്വീപ് ആൻഡമാൻ നിക്കോബാറിലാണ്. ഓക്കെ, അടുത്ത്, ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലഞ്ചാവോ. കേബിൾ ലഞ്ചാവോ എവിടെ നിന്നാണ് ചോദ്യം? കേബിൾ ലഞ്ചാവോ ലോക്താക്കിലാണ്. ലോക്താക് തടാകത്തിലാണ് കേബിൾ ലഞ്ചാവോ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സംസ്ഥാനം മണിപ്പൂരിലാണ് കേബിൾ ലഞ്ചാവോയും ലോക്താക് തടാകവും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ വളരെ 40 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഞാൻ പ്രതീക്ഷയിലേക്കാളും ആൾക്കാർ ജോയിൻ ചെയ്ത്, നല്ല കാര്യം. രാവിലെ എഴുതി ഫ്രഷ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നാളെയും ഇതുപോലെ രാവിലെ ഉന്മേഷത്തോടെ എണീറ്റ് വരിക. ആരംഭശൂരത്വം എന്നുള്ള രീതിയിൽ ഒരു ദിവസം എണീറ്റിട്ട് പിന്നെ എണീക്കാതിരിക്കരുത്. നാളെ എണീക്കുക. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എത്രയും ചെയ്യാം. ഓക്കെ, ശരി. ഇനി ഓരോരുത്തരും മാർക്ക് ഞാൻ ചോദിക്കുന്ന രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 20 കറണ്ട് അഫയേഴ്സ് അല്ല, 38 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, 2 ദിവസം ഇല്ലായിരുന്നു. ഓക്കെ, 38-ല് 35+ ഉണ്ടാ ആർക്കെങ്കിലും? 35+ ഉണ്ടോ? 35+, 35+? ഇല്ല. 30+ ആർക്കെങ്കിലും ഉണ്ടോ? 30+, 30+, 30+, 30 ഉണ്ട്. 30+ ഇല്ല ആർക്കും? 30, 32.33, അർച്ചന 33. ഓക്കെ, കമന്റ് ചെയ്യ പിള്ളേരെ. ബിൻസി 31, രേഷ്മ രാജു 31, ബിജിന് 30. ഓക്കെ, നെക്സ്റ്റ് പോരട്ടെ. അടുത്താരാ? മുനീഷ് 29. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ആയിക്കോ. ബാക്കി അപ്ഡേറ്റ്സും ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരും. ഓക്കെ, ശരി.